പിലാത്തറ കൈതപ്രത്ത് ഗുഡ്സ് ഓട്ടോ ഡ്രൈവറെ വെടിവെച്ചു കൊന്നു. ബി.ജെ.പി. പ്രവർത്തകനായ കൈതപ്രത്തെ കെ രാധാകൃഷ്ണനാണ് വെടിയേറ്റ് മരിച്ചത്. വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. വിശദാംശങ്ങളുമായി മനോജ് ഉമയിൽ ചേരുന്നു. മനോജ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഷിനിത്ത്, ഇന്ന് വൈകിട്ട് 7:30യോടെയാണ് ഈ നാടിനെ നടുക്കിയ ഈ കൊലപാതകം നടന്നത്. സജീവ ബി.ജെ.പി. പ്രവർത്തകനും ഗുഡ്സ് ഓട്ടോ ഡ്രൈവറുമായ കൈതപ്രത്തെ രാധാകൃഷ്ണനെയാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ബി.ജെ.പി. പ്രവർത്തകനാണെങ്കിലും ഈ സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ല എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യക്തി വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രതിയായ പെരുമ്പടവ് സ്വദേശി സന്തോഷിനെ പരിയാരം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. മദ്യലഹരിയിൽ ഇയാൾ ഉണ്ടായിരുന്നതെന്നും പറയുന്നുണ്ട്. ഈ വെടിയൊച്ച കേട്ട് ഈ സമീപത്തുണ്ടായിരുന്ന ആളുകളൊക്കെ ഓടിയെത്തുമ്പോഴാണ് ഈ രാധാകൃഷ്ണൻ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി ഇയാളെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അപ്പോഴേക്കും മരിച്ചിരുന്നു. പോലീസ് സ്ഥലത്തെത്തുമ്പോഴാണ് വീടിന്റെ സമീപത്ത് ഈ മദ്യലഹരിയിൽ സന്തോഷ് നിൽക്കുന്നത് കണ്ടത്. തുടർന്നാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. ലൈസൻസ് ഉള്ള തോക്ക് ഉപയോഗിച്ചാണ് വെടിവെച്ചതെന്നും ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. പരിശീലനം ലഭിച്ചിട്ടുണ്ട്. സന്തോഷിന് വെടിവെപ്പിന് പരിശീലനമൊക്കെ നേടിയ ആളാണ്. കാട്ടുപന്നിയെ വെടിവെക്കാനായി പഞ്ചായത്ത് രൂപീകരിച്ച ടാസ്ക് ഫോഴ്സിലെ അംഗം കൂടിയാണ് ഇയാൾ എന്നും പറയുന്നുണ്ട്. ഇയാളെ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയാണ് ഇപ്പോൾ പോലീസ് ചെയ്യുന്നത്. ഈ സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. പയ്യന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. എന്തായാലും രാഷ്ട്രീയമില്ല, ഈ സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ല എന്ന് തറപ്പിച്ച് പ്രദേശവാസികളും അതോടൊപ്പം തന്നെ പോലീസും എല്ലാം പറയുന്നുണ്ട്. എന്താണ് രാധാകൃഷ്ണനും ഈ സന്തോഷും തമ്മിലുള്ള വഴക്കിന്റെ യഥാർത്ഥ കാരണം എന്നതും ഇപ്പോൾ വ്യക്തമായിട്ടില്ല. നിർമ്മാണ കരാറുകാരനാണ് കസ്റ്റഡിയിലുള്ള സന്തോഷ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ മറ്റ് സാമ്പത്തിക ഇടപാടുകളുണ്ടോ, മറ്റ് കാരണങ്ങളുണ്ടോ തുടങ്ങിയവയൊക്കെ ഇപ്പോൾ അന്വേഷിച്ചു വരികയാണെന്നാണ് പോലീസ് പറയുന്നത്. എന്താണ് യഥാർത്ഥ കാരണം എന്നത് കൂടുതൽ അന്വേഷണത്തിലൂടെ പ്രതിയെ വ്യക്തമായി ചോദ്യം ചെയ്താൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഷിനിത്.